അല്ല, തെരഞ്ഞെടുപ്പ് പരാജയപ്പെടും തൃത്താലയിൽ എന്നുള്ളത് ആ കാര്യത്തിൽ സംശയമില്ല. അപ്പൊ വിജയിക്ക് ഞാൻ ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. അതിൽ ജയപരാജയങ്ങൾ ഉണ്ടാവും. അത് വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല. ഞാനിതിനു മുമ്പ് പരാജയപ്പെട്ടിട്ടുണ്ട്, പിന്നെ വീണ്ടും ജയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ രാഷ്ട്രീയമായിട്ടേ കാണുന്നുള്ളൂ. പിന്നെ തൃത്താലയുടെ കാര്യത്തിലാണെങ്കിൽ 5 വർഷം തൃത്താലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വികസനത്തിന്റെ അടയാളങ്ങൾ ആർക്കും തമസ്കരിക്കാനോ മായ്ച്ചു കളയാനോ കഴിയാത്തതാണ്. അപ്പൊ തൃത്താല ഏൽപ്പിച്ച ചുമതല അന്തസ്സായി തന്നെ നിറവേറ്റിയെന്ന അഭിമാനത്തോടെയാണ് ജനവിധി മാനിച്ച് ചുമതല ഒഴിയുന്നത്. ജനവിധിയാണല്ലോ, ബാക്കി കാലം തെളിയിക്കേണ്ടതാണ്. അപ്പോ സംസ്ഥാനത്താകെയുള്ള ഒരു ട്രെൻഡായിട്ടാണ് കാണുന്നത്. അത് അങ്ങനെ ഒരു ട്രെൻഡ് സംസ്ഥാനത്താകെ ഉണ്ടാവുമ്പോൾ കടുത്ത മത്സരം നടക്കുന്ന ഇഞ്ചിനിഞ്ച് പോരാട്ടം നടന്ന തൃത്താലയിൽ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫലം നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ വനവാസത്തിന് പോവില്ല. ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും, തെരുവിൽ സമരമുഖത്തുണ്ടാവും. അങ്ങനെ വളർന്നു വന്നവരാണ്. അപ്പോൾ വനവാസത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആർക്കും അത് പറ്റില്ല. സിപിഎം വിട്ട് യുഡിഎഫ് സ്ഥാനാർത്ഥികളായവരൊക്കെ വലിയ രീതിയിൽ ഞാൻ ബാക്കി വിശദാംശങ്ങൾ അറിഞ്ഞിട്ടില്ല. മുന്നിലാണ് നിൽക്കുന്നത്. ഒരു പൊതു ട്രെൻഡാണല്ലോ, പൊതു ട്രെൻഡാണ്. കേരളത്തിലെ മന്ത്രിമാരൊക്കെ പരാജയപ്പെടുന്ന ആദ്യമാണ്. മന്ത്രിയായിരിക്കെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടയാളുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തോ ഒരു പുതിയ കാര്യം സംഭവിച്ചു എന്നുള്ള മട്ടിൽ തന്നെ കാണണം. 90-ലധികം സീറ്റ്, അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു? ഞാൻ എന്റെ എല്ലാ വിശദാംശവും മനസ്സിലാക്കിയിട്ടില്ല. അത് പിന്നീട് വിശകലനം ചെയ്യേണ്ടതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.